ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു 11,100 മുകളിലായിരുന്നു ഇന്ന് നിഫ്റ്റി ട്രേഡ് ഉണ്ടായിരിക്കുന്നതും. ഇനി ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 10,093 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 10,177 വരെ ഹൈ പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ലോ നോക്കുകയാണെങ്കിൽ 10,040 ആയിരുന്നു. തുടർന്ന് 10,142 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 306 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിനാണ് റിപ്പോർട്ട് ആയിരിക്കുന്നത്. ഇനി സെക്ടറൽ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ആകപ്പാടെ FMCG സെക്ടർ മാത്രമായിരുന്നു ഒരു ഡൗണിൽ പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ പോസിറ്റീവിലായിരുന്നു നിന്നത്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ PSU ബാങ്ക് ആയിരുന്നു ടോപ്പ് ഗെയിനറായിട്ട് നിന്നത്. തുടർന്ന് മീഡിയ സെക്ടർ ആയിരുന്നു പിന്നീടുള്ള സെക്കൻഡ് ഗെയിനറായിട്ട് നിന്നത്. ഇനി നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ 40 സ്റ്റോക്കുകൾ അഡ്വാൻസസിൽ നിന്നിട്ടുണ്ടായിരുന്നു. 10 സ്റ്റോക്കുകളാണ് ആകപ്പാടെ ഡിക്ലൈനിൽ പോയത്. പിന്നെ ഒരു ശ്രദ്ധിക്കാനുള്ള വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അതിൽ നല്ലൊരു കുറവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 30 താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, 28.6 ഇപ്പോൾ നിൽക്കുന്നത്. അതും നല്ലൊരു സൂചന തന്നെയാണ്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു നമ്മൾ കണ്ടത്. കാരണം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും SGX നിഫ്റ്റിയിൽ ഏകദേശം ഒരു 45 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്പിലായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഗെയിനോടുള്ള ഒരു സ്റ്റാർട്ടായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചതും. അതേ തുടർന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കണ്ടെങ്കിലും പിന്നീട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരുന്നു പിന്നെ തുടർന്നുള്ളൊരു സെഷനുകളിൽ കണ്ടത്. പിന്നീട് ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു യൂറോപ്യൻ മാർക്കറ്റിൻ്റെ സപ്പോർട്ട് കൂടി ഒരു പോസിറ്റീവ് ഗെയിനിലാണ് മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ലെവൽ 10,176 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ലെവലിന് ഇപ്പോഴും മാർക്കറ്റ് ബ്രേക്ക് ആയിട്ടില്ല. അപ്പോൾ അതിനടുത്താണ് ഇപ്പോൾ ട്രേഡ് എൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ഒരു ലെവലിൽ 10,000 മുകളിൽ ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ നടന്ന് ഈ ഒരു 10,176 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു അടുത്തൊരു 200-300 പോയിൻറ്റ്സിൻ്റെ ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ RSI ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഓവർബോട്ട് റീജിയൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ആകുന്നത്. അവിടെ ഒരു ഡൈവേർഷനൊന്നും നമ്മൾ കാണുന്നില്ല ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലെ മാർക്കറ്റിനെ ഒന്ന് കൂടുതലായിട്ടൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നോക്കുകയാണെങ്കിൽ നല്ല 2 ബുള്ളിഷ് ക്യാൻഡിലുകളാണ് ഇപ്പോൾ പ്ലോട്ട് ആയിരിക്കുന്നത്. അത് നമുക്കൊരു ശുഭസൂചകം തന്നെയാണ്. അപ്പം വരും ദിവസങ്ങളിലെ മാർക്കറ്റുകളെയും അതുപോലെ തന്നെ ന്യൂസുകളെയും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് കൂടുതലൊരു ക്ലാരിറ്റിയൊക്കെ കിട്ടാനായിട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 2.18% വർധനമാണ് അവിടെ റിപ്പോർട്ടായിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം നോക്കുകയാണെങ്കിൽ ഇന്ന് US അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ ഇന്ന് പുറത്ത് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഈ ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ മെയ് മന്തിൽ നോക്കുമ്പം 13.3% അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ നോക്കുകയാണെങ്കിൽ 14.4 അപ്പോൾ ഏകദേശം 1.1% കുറവുണ്ടായതായിട്ട് റിപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഒരു എക്കോണമിയിലൊരു റിക്കവറി വരുന്നു, കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റികൾ വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷകളായിരുന്നു മാർക്കറ്റിന് കൊടുത്തത്. അപ്പോൾ അതായിരുന്നു ഒരു US മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു ഗെയിൻ കൊടുക്കാൻ കാരണം. ഇനി യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും എല്ലാം തന്നെ നല്ലൊരു ഗെയിനിലാണ് റിപ്പോർട്ടായിരിക്കുന്നത്. ഏകദേശം 3% മുകളിലൊക്കെയാണ് യൂറോപ്യൻ മാർക്കറ്റിൽ ട്രേഡ് ആയിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും SGX നിഫ്റ്റി ഇപ്പം ഏകദേശം 167 പോയിൻറ്റ്സ് അപ്പിലാണ് നിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ലെവലിൽ എല്ലാ മാർക്കറ്റുകളും തന്നെ ഒരു പോസിറ്റീവ് മൊമെൻറ്റമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് നല്ലൊരു ലക്ഷണം തന്നെയാണ് ഇപ്പോഴതും. പിന്നെ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 1000 രൂപ ഡൗണിലാണ് ഗോൾഡിൻ്റെ പ്രൈസ് ട്രേഡ് ആയത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഒരു വർധനവ് ഉണ്ടായതായിട്ട് ഇന്ന് റിപ്പോർട്ടായിട്ടുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇന്നും FIIൻ്റെ ഭാഗത്തുനിന്ന് ഒരു നെറ്റ് പർച്ചേസാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ ഒരു കുറഞ്ഞ വാല്യൂ ആണെങ്കിലും ഒരു നെറ്റ് പോസിറ്റീവ് പർച്ചേസാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു നെറ്റ് പർച്ചേസാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ക്വാണ്ടിറ്റി കുറവാണെങ്കിലും 47 കോടി ആണ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു നെറ്റ് പർച്ചേസായിട്ട് വന്നിരിക്കുന്നത്. ഇനി രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഡോളറിന് അഗേൻസ്റ്റായിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആണ് ഇന്ന് രൂപയുടെ മൂല്യത്തിൽ കണ്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയുടെ കോൺട്രിബ്യൂഷനിൽ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സ്റ്റോക്കുകളായിരുന്നു ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തത്. അതിൽ തന്നെ HDFC, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ പോയിന്റ് കോൺട്രിബ്യൂഷൻ കൊടുത്തത്. ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ഏർണിങ്സ് റിലീസായിരുന്നു ഇന്നും. അപ്പോൾ അത് നോക്കാം. ഇനി ഈ ഒരാഴ്ചത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ച ഏറ്റവും കൂടുതൽ ടോപ്പ് പെർഫോമറായിട്ട് നിന്നത് PSU ബാങ്ക് ആയിരുന്നു. തുടർന്ന് മീഡിയ റിയാലിറ്റി ഒക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ കൊടുത്തത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തന്നെ ഒരു ഈ ഒരു വീക്ക് മൊത്തം എടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഒരു പോസിറ്റീവിലാണ് കാണിച്ചത് എല്ലാ മാർക്കറ്റും, എല്ലാ സെക്ടറും.
ഇനി അടുത്തായിട്ട് ഇത് RBIൻ്റെ മോണിറ്ററി പോളിസി മീറ്റിങ്ങിൻ്റെ ഒരു മിനിറ്റ്സ് ആണ്. അപ്പോൾ RBI ഗവർണർ കൊടുത്ത അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ എക്കോണമിയുടെ ഒരു റിക്കവറി വളരെ സ്ലോ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ആ ഒരു മീറ്റിങ്ങിൽ വന്ന ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് സൈഡിൽ നല്ലൊരു ഡൗൺ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം സപ്ലൈ സൈഡ് നോക്കുകയാണെങ്കിൽ എക്കോണമിക് റീ ഓപ്പണിങ് അതുപോലെ തന്നെ ഫാക്ടറികളൊക്കെ ബിസിനസ്സുകളൊക്കെ റെസ്യൂം ചെയ്യുന്നതനുസരിച്ച് സപ്ലൈ സൈഡിൽ ഉള്ള റിക്കവറി ഫാസ്റ്റർ ആയിരിക്കും. പക്ഷേ ഡിമാൻഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു റിക്കവറി നല്ല ടൈം എടുക്കും എന്നുള്ള രീതിയിലാണ് ആ ഒരു മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ അവർ എല്ലാവരും തന്നെ പറഞ്ഞൊരു അപ്ഡേറ്റ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി മാത്രമാണ് ഇപ്പോൾ നന്നായിട്ട് പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് പുരോഗമിക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലാണ് അപ്ഡേറ്റുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ളതിൻ്റെ ഒരു റിക്കവറി ഇന്ത്യയുടെ എക്കോണമിയുടെ മൊത്തത്തിലുള്ള ഒരു റിക്കവറി വളരെ സ്ലോ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് അപ്ഡേറ്റുകൾ. അപ്പോൾ ഈ ഒരു ന്യൂസിനെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. കാരണം നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഔട്ട്ലുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 2020 ഈ ഫിനാൻഷ്യൽ ഇയർ 2021 നോക്കുകയാണെങ്കിൽ GDP റേറ്റ് എല്ലാം നെഗറ്റീവ് സൈഡിലായിരിക്കും എന്നുള്ള രീതിയിലാണ് RBI ഗവർണർ തന്നെ പറയുന്നതും. അപ്പം ഈ ഒരു ന്യൂസ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. കാരണം അത് നമുക്ക് ഈ ഒരു ഇന്ത്യയുടെ ഒരു ഔട്ട്ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാനായിട്ട് ഈ ഒരു ഡാറ്റ നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏർണിങ്സ് റിലീസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 3550 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വർധനമാണ് അവർ റിപ്പോർട്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ NPL നോക്കുകയാണെങ്കിൽ ഗ്രോസ് NPL ഒരു സീക്വൻഷ്യലായിട്ടുള്ള ഒരു ഡൗൺ വന്നിട്ടുണ്ട്. അത് നല്ലൊരു വാർത്തയാണ്. അതുപോലെ തന്നെ നെറ്റ് NPA നോക്കുകയാണെങ്കിലും അവിടെയും ഒരു Q3 അപേക്ഷിച്ച് Q4 വരുമ്പോൾ ഒരു ഡൗൺ ഉണ്ടായതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് നല്ലൊരു പോസിറ്റീവ് പോയിട്ടായിരുന്നു. ഇന്ന് Nifty 50 നല്ലൊരു പോയിന്റ് കോൺട്രിബ്യൂട്ടർ ആയിരുന്നു SBIയും. ഇനി അടുത്തായിട്ട് ഭാരതി എയർടെൽ നമ്മൾ ഇന്നലെ കണ്ട വാർത്തയായിരുന്നു. ആമസോൺ ഭാരതി എയർടെലിലേക്ക് ഏകദേശം $2 ബില്യൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിനായിട്ട്. അപ്പോൾ അതിൽ ഈ ഭാരതി എയർടെൽ എന്നൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തത്, അതായത് അങ്ങനത്തെ ഒരു പ്രൊപ്പോസൽ ഇപ്പം അങ്ങനത്തെ ഒന്നും കൺസിഡറേഷനിലില്ല. അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ ഒരു ഫോൾസ് ന്യൂസായിട്ട് വരുന്നു എന്നുള്ള രീതിയിലാണ് അവർ റിപ്പോർട്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്നത്തെ രാവിലത്തെ ഒരു ഗെയിനൊക്കെ പിന്നീട് ഈ ഒരു ക്ലാരിഫിക്കേഷന് ശേഷം നോക്കുകയാണെങ്കിൽ ഡൗൺ ആയിട്ടുണ്ട്. ഈ ഒരു ഷെയർ പ്രൈസൊക്കെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കോവിഡ് ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ സെയിൽസിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 18% ഫോളാണ് മാർച്ചിൽ റിപ്പോർട്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 46% ഡിക്ലൈനാണ് ഏപ്രിലും റിപ്പോർട്ടായിരിക്കുന്നത്. പക്ഷേ മെയ്യിലേക്ക് വരുമ്പോൾ നോക്കുകയാണെങ്കിൽ സെയിൽസിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരു മെയ് മന്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ചെറുതായിട്ടുള്ളൊരു റിക്കവറിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെയിൽസിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ബ്രിട്ടാനിയയിൽ നോക്കുമ്പം ഇപ്പോൾ വാഡിയ ഗ്രൂപ്പ് അവർ ഏകദേശം 4000 കോടി റേസ് ചെയ്യാനായിട്ട്, അത് ഷെയർസ് സെല്ലിംഗ് വഴിയായിട്ട് 4000 കോടി റേസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ അവർ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയർസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഡീലിൽ ഓപ്പൺ മാർക്കറ്റിൽ സെയിൽ ചെയ്യാനാണ് അവരുടെ പ്ലാന്. പിന്നെ ഈ ഒരു സെയിൽ വഴി കിട്ടുന്ന എമൗണ്ട് അവരുടെ അതർ വെഞ്ചേഴ്സ്, അതായത് ഗോയറിൽ അതേപോലെ തന്നെ ബോംബെ ഡൈങ്ങിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്നുള്ള രീതിയിലുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ ബോംബെ ഡൈങ്ങിൻ്റെയൊക്കെ ഷെയർസ് നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു നല്ലൊരു ഗെയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ സൺഫാർമയിൽ അവരുടെ AQCH എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ, അത് COVID-19 ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ അതിൻ്റെ phase 2 ക്ലിനിക്കൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് റിപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുറന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഇന്ന് തുടർച്ചയായിട്ട് 4ാമത്തെ ദിവസവും പോസിറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ഹെക്സാവെയർ ടെക്നോളജീസിൽ നോക്കുകയാണെങ്കിൽ ഇവരും മാർക്കറ്റിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പം പ്രൊമോട്ടേഴ്സ് എല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മുഴുവൻ ഡീലിസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു പ്ലാൻ തയ്യാറാക്കുന്നു. അപ്പോൾ അത് അവരുടെ ജൂൺ 12-ാം തീയതിയുള്ള ബോർഡ് മീറ്റിങ്ങിൽ ഇതിൻ്റെ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് തുറന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇന്നൊരു നല്ലൊരു 20% അപ്പർ സർക്യൂട്ട് വരെ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ ഉദ്ദേശിക്കുന്ന പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ തേഴ്സ്ഡേയ്സ് ക്ലോസിംഗ് പ്രൈസിൽ നിന്നും 9.8 പ്രീമിയം, അതായത് ഏകദേശം 285 രൂപ പെർ ഷെയറിലാണ് അവർ ഡീലിസ്റ്റിംഗ് പ്രൈസായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കൊക്കെ കൈവച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ 12-ാം തീയതി വരുന്ന ആ ഒരു ബോർഡ് മീറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ടിനേക്ക് ഒന്ന് വാച്ച് ചെയ്യുക. ഇനി അടുത്തായിട്ട് അപ്പോളോ ട്യൂബ്സിൽ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിനൊക്കെ നല്ലൊരു ഡിമാൻഡ് വന്നതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ്സൊക്കെ ഒന്ന് വീണ്ടും ഓപ്പറേഷനിലായതുകൊണ്ട്. അതുപോലെ തന്നെ ലോങ് ടേം ഇമ്പാക്റ്റ് ഒന്നും ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ മൂലം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ Q1 ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയർ 2021 Q1 ഒരു റവന്യൂവിലെല്ലാം ഇമ്പാക്റ്റ് ഉണ്ടാവാം. പക്ഷേ അതിനുശേഷമെല്ലാം ഒരു Q3 ഫിനാൻഷ്യൽ ഇയർ Q3 ഒക്കെ ആകുമ്പോഴത്തേക്കും
എല്ലാം ഒരു നോർമലായിട്ടുള്ളൊരു ഓപ്പറേഷനിലേക്ക് തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് ഇവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ഏവിയേഷൻ സ്റ്റോക്സിൽ നോക്കുകയാണെങ്കിൽ ഇന്നൊരു നല്ലൊരു ഗെയിൻ കണ്ടിരുന്നു. അതിനുള്ള കാരണം നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിൻ്റെ ഒരു ഓപ്പറേഷൻ അതെല്ലാം ജൂലൈ മന്തിൽ ഒരു ഓപ്പറേഷൻ ആരംഭിക്കും എന്നുള്ള രീതിയിലുള്ളൊരു പ്രതീക്ഷകളാണ് ഈ ഒരു മാർക്കറ്റിന് ഒരു നല്ലൊരു മൊമെൻറ്റം കൊടുത്തത്. പിന്നെ അടുത്തായിട്ട് L&Tയിൽ നോക്കുകയാണെങ്കിൽ അവരുടെ Q4 റിസൾട്ട്സിൽ ഏകദേശം Q3നെ അപേക്ഷിച്ച് 6.5% ഒരു ഡിക്ലൈനാണ് റിപ്പോർട്ടായിരിക്കുന്നത്. ഏകദേശം 3430 കോടിയാണ് അവർ നെറ്റ് പ്രോഫിറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് Q4ൽ. പക്ഷേ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓർഡർ ഈ വർഷം പിടിച്ചിരിക്കുന്ന ഓർഡറുകളിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 5% വർധനവുണ്ടായതായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസങ്ങളിൽ അവരുടെ ഓർഡറുകൾ പിടിച്ചതായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ നിറയെ കണ്ടിരുന്നു. അതായത് ഈ ഒരു ഏപ്രിൽ മെയ് മാസത്തിലേക്ക് നോക്കുമ്പോൾ ഏകദേശം 5% വർധനവുണ്ടായതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അവർ ഒരു ഫൈനൽ ഡിവിഡൻ്റായിട്ട് ഏകദേശം 8 രൂപ പെർ ഷെയർ ഡിക്ലെയർ ചെയ്തിട്ടുമുണ്ട്. പിന്നെ അടുത്തായിട്ട് L&Tയിൽ വേറൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും ഒരു ലാർജ് ബിസിനസ് അവരുടെ ലാർജ് കാറ്റഗറിയിൽ വരുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓർഡർ അക്വയർ ചെയ്തിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെലങ്കാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഏകദേശം 2500-നും 5000 കോടി ഇടയ്ക്ക് വരുന്ന ഒരു പ്രൊജക്റ്റാണ് അവർ അക്വയർ ചെയ്തിരിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതും അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സ്റ്റോക്ക് നല്ലൊരു പോസിറ്റീവിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനി DLFൽ നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു Q4ലേക്ക് വരുമ്പോൾ ഏകദേശം 1858 കോടിയുടെ ഒരു നെറ്റ് ലോസാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ EBITDA നോക്കുകയാണെങ്കിലും 40.6% ഡിക്ലൈനാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ നോക്കുകയാണെങ്കിൽ UBS എന്ന് പറഞ്ഞ ബ്രോക്കറേജ് കമ്പനി അവർ ഒരു ബൈ റേറ്റിംഗ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ടാർഗറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 195 പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു ന്യൂസിനെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ട്രാക്ക് ചെയ്യുക, എങ്ങനെയാണ് ഇവരുടെ ഒരു റിക്കവറി, അതുപോലെ തന്നെ വരുന്ന ഇനിയും ഈ റീ ഓപ്പണിങ്ങിന് ശേഷം ഇവർ എത്രമാത്രം തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിൽ. ഇനി ഗ്ലോബൽ ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വാർത്തകളിൽ കണ്ടായിരുന്ന ഹൈഡ്രോക്സി ക്ലോറോക്വിനൈൻ അത് കോവിഡ് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ. അപ്പോൾ അതിലിപ്പോൾ ഒരു പഠനം നടത്തിയവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പം ഹൃദയത്തിന് കൂടുതലായിട്ട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലൊരു പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രസീലിൽ നോക്കുകയാണെങ്കിൽ ഇറ്റലീനെ അവർ കടത്തി വെട്ടിയിരിക്കുന്നു ഇപ്പം കൊറോണ കേസസിൻ്റെ ഒക്കെ ഫെറ്റാലിറ്റിയിലൊക്കെ നോക്കുമ്പോൾ. പിന്നെ ന്യൂയോർക്ക് സിറ്റിയിലൊരു ആശ്വാസകരമായ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ള ഫെറ്റാലിറ്റീസ് ഒന്നും ഈ ഒരു ആദ്യമായിട്ട് മാർച്ചിന് ശേഷം ഇതുവരെ ഈ ഒരു ദിവസങ്ങളിൽ റിപ്പോർട്ടായിട്ടില്ല എന്നുള്ള രീതിയിലൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 2.26 ലക്ഷത്തിലാണ് ഇപ്പോൾ കൊറോണ കേസസ് റിപ്പോർട്ടായിരിക്കുന്നത്. പക്ഷേ അതിൽ പാതിയോളം തന്നെ ഒരു റിക്കവറി വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു ആശ്വാസകരമാണ്. പക്ഷേ എങ്കിലും ദിനം പ്രതി നോക്കുമ്പം റിപ്പോർട്ടായിക്കൊണ്ടിരുന്ന കേസുകളുടെ വർധനവിൽ നല്ലൊരു സ്പൈക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ലോക്ക്ഡൗൺ റിലാക്സേഷൻസ് ഒക്കെ എങ്ങനെ വരുന്നു, ഇനിയും ചിലപ്പം ലോക്ക്ഡൗൺ നീട്ടുമോ, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും അടുത്ത ലോക്ക്ഡൗൺ ഫേസുകളൊക്കെ നോക്കിയുള്ള ന്യൂസുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അത് നമ്മുടെ എക്കണോമീനെ തീർച്ചയായിട്ടും ബാധിക്കുന്ന വാർത്തകളാണ് ഇതൊക്കെ. അപ്പം ന്യൂസുകളെയും അതുപോലെ തന്നെ സ്റ്റോക്കിനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അത് തുറന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടരുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.